ബഹുമാനപ്പെട്ട ഹിലാൽ ഇബ്നു യസാഫ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രോഗിയായ പ്രിയപ്പെട്ട സഹോദരനെ കാണാൻ അല്ലാഹുവിന്റെ റസൂൽ വരികയാണ്. ദഖല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ വരുന്നു. എവിടെ? അലാ മരീദിൻ യഊദു, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ രോഗവിവരമറിയാൻ. രോഗിയായി കിടക്കുന്ന ഒരു സഹോദരന്റെ രോഗവിവരമറിയാൻ മുത്തുനബി തങ്ങൾ വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ വന്നു, സലാം പറഞ്ഞു. നോക്കുമ്പോ ഇദ്ദേഹത്തിന് ചികിത്സ ആവശ്യമുണ്ട്. ഇദ്ദേഹത്തിന് ചികിത്സ ആവശ്യമുണ്ട്. നബിതങ്ങൾക്ക് അറിയുന്ന ചികിത്സയാണെങ്കിൽ നബിതങ്ങൾ അങ്ങ് മന്ത്രിച്ചു കൊടുക്കും. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ സ്വഹാബത്തിന് പറയാനുണ്ട്. എല്ലാ അസുഖങ്ങൾക്കും നബിതങ്ങൾ മന്ത്രിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും പറയാം. അപ്പൊ ഇദ്ദേഹത്തിന് ചികിത്സ ആവശ്യമുണ്ട്. ഭൗതികമായ ചികിത്സയാ, ഭൗതികമായ ചികിത്സ ഈ സഹോദരന് ആവശ്യമുണ്ടെന്ന് കണ്ടപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കൂടി നിന്നവരോട് പറഞ്ഞു, അർസിലൂ ഇലാ തബീബ്, അർസിലൂ ഇലാ തബീബ്. തബീബ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ, വൈദികൻ, വിശുദ്ധൻ. അത് ഭൗതിക ചികിത്സ നടത്തുന്നവർക്ക് അങ്ങനെ പറയാ, അല്ലേ? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അർസിലൂ ഇലാ തബീബ്. ഡോക്ടറെ വിളിക്കുന്നില്ലേ? വൈദികനെ വിളിക്കുന്നില്ലേ? വിശ്വകരന്റെ അടുത്തേക്ക് ഇദ്ദേഹത്തെ ചികിത്സിക്കാൻ ആളെ വിടുന്നില്ലേ? ഇദ്ദേഹത്തിന് ചികിത്സ ആവശ്യമുണ്ട്. ഭൗതികമായ ചികിത്സ, അഭൗതികമല്ല, ആത്മീയമല്ല, ഭൗതികമായ ചികിത്സ ഇദ്ദേഹത്തിന് ആവശ്യമുണ്ട്. വിളിക്കൂ ഡോക്ടറെ, നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ കേട്ടു നിന്ന സ്വഹാബത്തിൽ ഒരാൾ ചോദിച്ചു, അവർക്ക് ആശ്ചര്യമായി. അവരതുവരെ മനസ്സിലാക്കി വെച്ചത് അസുഖം വന്നാ അങ്ങനെ സഹിക്കുക, ക്ഷമിക്കുക, ദ്വാരക്ക, അങ്ങനെ കിടക്കുക എന്നാ. അങ്ങനെയാണ് നബിതങ്ങൾ ദീന് പഠിപ്പിച്ചത് എന്നാ. അപ്പൊ കേട്ടു നിന്ന ഒരു സ്വഹാബി ആശ്ചര്യത്തോടെ, അത്ഭുതത്തോടെ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, വഅന്ത തഖൂലു യാ റസൂലല്ലാഹ്, വഅന്ത തഖൂലു യാ റസൂലല്ലാഹ്. ആരായി പറയുന്നത് നബിയെ? അങ്ങോ യാ റസൂലല്ലാഹ്, തങ്ങളാണോ ഈ പറയുന്നത്? ഡോക്ടറെ വിളിക്കൂ, മരുന്ന് കുടിക്കൂ, ഡോക്ടറെ വിളിക്കൂ എന്ന് പറയുന്നത് തങ്ങളാണോ? ആശ്ചര്യമായിരിക്കുന്നല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ സ്വഹാബത്തിനൊന്നല്ല, ലോകത്തിന് മുഴുവനും പഠിക്കാൻ റസൂലുള്ളാഹി പറഞ്ഞു, അതെ, നഅം, അതെ. ഇന്നല്ലാഹ ലം യുൻസിൽ ദാഅൻ ഇല്ലാ വഅൻസല ലഹു ദവാ. ഇന്നല്ലാഹ ലം യുൻസിൽ ദാഅൻ ഇല്ലാ വഅൻസല ലഹു ദവാ. സ്വഹാബ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗം ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഭൂമി ലോകത്തുള്ള ഒരു രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിൽ, ഇല്ലാ വഅൻസല ലഹു ദവാ, ആ രോഗത്തിന് അല്ലാഹ് മരുന്നും ഇറക്കിയിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. രോഗം അല്ലാഹ് ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതേത് രോഗമാകട്ടെ, ഏത് രോഗമാകട്ടെ, ഈ പറഞ്ഞതിൽ എന്താ മനസ്സിലാക്കിയത്? ഏത് രോഗത്തിനും മരുന്നുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. രോഗം അല്ലാഹ് ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇല്ലാ വഅൻസല ലഹു ദവാ, മരുന്നില്ലാത്ത ഒരു രോഗവും ഭൂമി ലോകത്തില്ല. രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിന്റെ മരുന്നും അല്ലാഹു ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. പക്ഷേ അറഫഹു മൻ അറഫഹു, ജഹിലഹു മൻ ജഹിലഹു. അതറിയുന്ന വിവരമുള്ളവർക്ക് അത് അറിയാം, അറിയാത്ത വിവരദോഷികൾക്ക് അറിയില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അറിയുന്നവർക്കറിയാം, അറിയാത്തവർക്ക് അറിയില്ല. അപ്പൊ അറിയുന്ന ആളെ കളി കിട്ടി, അറിയുന്ന ആളെടുത്ത് എന്നാ രോസുഖം.
നല്ല തക്കതായ മരുന്ന് കൊടുക്കും. അറിയാത്ത മുറിവൈദ്യന്റെ അടുത്ത് പോയാൽ അബദ്ധം പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അറഫഹു മൻ അറഫഹു വജഹിലഹു മൻ ജഹിലഹു. ആ മരുന്ന് അറിയുന്നവൻ അറിയാം, അറിയാത്തവൻ അറിയില്ല. അപ്പൊ എല്ലാത്തിനും മരുന്നുണ്ട്. ഇല്ല സാമ വൽ ഹറമ, മരണത്തിനും വയസ്സനായി പോകുന്നതിനും നരബാധിക്കുന്നതിനും മരുന്നില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മരണത്തിന് മരുന്നില്ല, പിന്നെ വയസ്സായി പോകുന്നതിനും മരുന്നില്ല. വയസ്സായി എന്ന് അറിയുന്നത് വലിയ വിഷമമാണ് അല്ലേ? നല്ല കറുത്ത പെയിന്റ് മാർക്കറ്റിൽ കിട്ടുന്നോണ്ട് ഇപ്പോ ആരും വയസ്സാകാറില്ല. അങ്ങനെ സ്വന്തം ഭാര്യയോട് ചോദിക്കണം പ്രായം എത്രയുണ്ട് അല്ലേ? അത് വേറെ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് വിശാലമായി പറയേണ്ടതാണ്. നരിച്ച ആളുകളൊക്കെ ഇരിക്കുന്നു. എല്ലാവർക്കും ഖൈറുള്ളത്. നര ഈമാനിന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഈമാൻ കൊണ്ട് നര ലംഘിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. പക്ഷെ അത് വേണ്ടെന്നാ ചിലര് തീരുമാനം. എന്റെ ഈമാൻ അങ്ങനെ ലംഘണ്ട, അത് ഞാൻ പെയിന്റ് അടിച്ച് മാറ്റിക്കൊള്ളാം. ഇരിക്കട്ടെ സഹോദരങ്ങളെ, നബി തങ്ങള് പ്രിയപ്പെട്ട ഈ സ്വഹാബത്തിന്റെ രോഗം കണ്ടപ്പോ സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞത്, പെട്ടെന്ന് ആളെ വിളിക്കൂ, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകൂ, ചികിത്സിക്കൂ എന്ന് ചോദിച്ചപ്പോഴാ സ്വഹാബി ചോദിച്ചത്, അന്ത തഖൂൽ യാ റസൂലല്ലാഹ്, തങ്ങളാണോ ഇത് പറയുന്നത്? അതെ, ഞാൻ തന്നെയാണ് പറയുന്നത്, ചികിത്സിക്കണം. ഇതേപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ടാമത്തെ മകൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു മരിച്ചു. മരണത്തോട് മല്ലടിക്കുകയാണ് ഇബ്രാഹിം. സ്വഹാബത്തിനെ ആള് വിട്ടു. നബി തങ്ങൾ വരികയാണ്. എവിടെ? മാരിയത്തുൽ ഖിബ്തിയായുടെ വീട്ടിലേക്ക്. ആരെ സഹായത്താൽ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ തോളി പിടിച്ചിട്ടാ വരണത്. കാരണം മൂത്ത മകൻ ഖാസിം മരിച്ചു. വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു മകൻ ഇബ്രാഹിം എന്ന് പേരിട്ടു. ആ മകനും മരണത്തോട് മല്ലടിക്കുന്നു എന്ന വിവരം അറിയുന്ന പിതാവ് സഹിക്കോ? നബി തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ സഹായത്തോടെ വീട്ടിൽ വരിക. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിൽ വരുന്ന സമയത്ത് സ്വഹാബത്ത് പറയുകയാണ്, വഇബ്രാഹീമു യജൂദു ബിനഫ്സിഹി. ഇബ്രാഹിം ഈ ലോകത്തോട് വിട പറയുന്ന സമയമാണ്. പൊന്നുമോൻ ഇബ്രാഹിമിനെ ചോര പൈതലിനെ റസൂലുള്ളാഹി എടുത്ത് മടിയിൽ വെച്ചു. ഫജഅലത് ഐനാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകളിൽ നിന്ന് കവിൾത്തടത്തിലൂടെ അശ്രുധാരകൾ, കണ്ണുനീരിങ്ങനെ ധാരയായി ഒഴുകി മറിയുന്നു. കുഞ്ഞുമോൻ റസൂലുള്ളാഹിന്റെ കയ്യിലിരിക്കുക, മരിക്കും. പോണു. റസൂലുള്ളാഹി തങ്ങളുടെ കണ്ടടങ്ങൾ കണ്ണുനീര് കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. തദിരിഫാൻ, അതിങ്ങനെ കവിളുകളിലൂടെ ഒഴുകി ഇറങ്ങുന്നു. ആരാ സഹിക്കുക? ഏത് പിതാവാ സഹിക്കുക? ഓർത്തു നോക്കൂ. ഒരു മകൻ മരിച്ചു, രണ്ടാമത്തെ മകൻ മരിക്കുക. സഹോദരങ്ങളെ, നബി തങ്ങൾ ഇങ്ങനെ കരയുമ്പോൾ, അവിടുത്തെ കണ്ണുകൾ ഇങ്ങനെ നനഞ്ഞു ഒഴുകുമ്പോൾ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന സഹാബി ചോദിച്ചു, വഅന്ത യാ റസൂലല്ലാഹ്, തങ്ങളെ കരയുന്നു. മുസീബത്തിന്റെ മേൽ ക്ഷമിക്കണം, സഹിക്കണം എന്ന് പഠിപ്പിച്ച തങ്ങളെ, വഅന്ത യാ റസൂലല്ലാഹ്, തങ്ങള് കരയുന്നു. ആ ചോദ്യത്തിന് മറുപടിയായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു, ഇബ്നു ഔഫ്, ഓ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, എന്റെ പൊന്നുമോൻ ഇബ്രാഹിമിന്റെ വേർപാടില് ഒരു പിതാവെന്ന നിലയിൽ സങ്കടം ഉള്ളിൽ ഒതുക്കിയിട്ട് എന്റെ ദുഃഖം കണ്ണുനീരായി എന്റെ കണ്ണുകളിലൂടെ ഒഴുകി ഇറങ്ങുന്നുവെങ്കില്, ഇന്നഹാ റഹ്മ, ഇന്നഹാ റഹ്മ, ഇന്നഹാ റഹ്മ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഒഴുകി ഇറങ്ങുന്നത് കാരുണ്യമാണ്, കരുണയാണ്, കൃപയാണ്. എന്റെ മകനോടുള്ള വാത്സല്യമാണ്, സ്നേഹമാണ്. എന്റെ കണ്ണുകളിൽ നിന്ന് കവിൾത്തടത്തിലൂടെ ഒഴുകിയുറങ്ങുന്നത്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഐന തദ്മഉ വൽ ഖൽബു യഹ്സനു. സഹിക്കാൻ പറ്റാത്ത ചില വേർപാടുകൾ കേൾക്കുമ്പോൾ, കാണുമ്പോൾ, ഇന്നൽ ഐന തദ്മഉ,
കണ്ണു നനയും അത് അശ്രുധാര പൊഴിക്കും വൽ ഖൽബു യസ്നു ഖൽബ് നോവും വേദനിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഖൽബ് വേദനിച്ചിട്ടത് കണ്ണുനീരായി പുറത്തിറങ്ങും, അതിന് കുറ്റമില്ല. പക്ഷേ കുറ്റമുള്ളതെന്താ? വലാ തഖൂലൂ ഇല്ലാ മാ യർളാ. അല്ല പൊരുത്തപ്പെടാത്ത വാക്കുകൾ പറയരുതെന്നേ ഉള്ളൂ. അല്ല തൃപ്തിപ്പെടാത്ത വാക്കുകൾ പറയരുതെന്നേ ഉള്ളൂ. അല്ലാഹു പൊരുത്തമില്ലാത്ത വാക്കുകൾ പറഞ്ഞ് വിലപിക്കാൻ പാടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് റസൂൽ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മകനോ ചോര മകൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിലാണ്. ലൈസ മിന്നാ മൻ الخدود وشق الجيوب ودعا بدعوى الجاهلية. എന്തേ പാടില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ലൈസ മിന്നാ മൻ ലറബൽ ഖുദൂദ. മുസീബത്തുകൾ, പരീക്ഷണങ്ങൾ, ചില വേർപാടുകൾ കാണുമ്പോൾ, പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ മാറത്തടിച്ചിട്ട് നിലവിളിക്കാൻ പാടില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വശഖൽ യുജൂബ. വസ്ത്രം വലിച്ചു കീറിയിട്ട് മാറത്തടിച്ച് നിലവിളിക്കുന്ന ചില സഹോദരിമാരെ കാണുന്നില്ലേ? വദഅ ബിദഅവൽ ജാഹിലിയ്യ. അതൊക്കെ വിവരമില്ലാത്ത ജാഹിലിയ കാലത്തെ പെണ്ണുങ്ങളെ പണിയാണ്. അല്ലാഹുവിൽ വിശ്വാസമുള്ള, അവന്റെ ഖളായിൽ പൊരുത്തമുള്ളവരാരോ, ഈമാനുള്ളവരാരോ കരഞ്ഞോളൂ, നിങ്ങളെ സങ്കടം വന്നോളൂ, കണ്ണുനീരായി അത് പെയ്തിറക്കിക്കോളൂ. പക്ഷേ മാറത്തടിച്ച് നിലവിളിക്കുവാനോ, വസ്ത്രം വലിച്ചു കീറാനോ, അതുപോലെ വിവരമില്ലാത്ത നാളിൽ വിവരമില്ലാത്ത ആളുകള് പണ്ട് നിലവിളിച്ച് കരഞ്ഞതുപോലെ കരയാൻ പാടില്ലെന്നേ ഉള്ളൂ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോ മുസീബത്തിന്റെ മേൽ സഹിക്കണം, ക്ഷമിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കരയണ്ട, വേദനിക്കണ്ട, അസുഖം വന്ന മരുന്ന് കുടിക്കണ്ട എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. അതൊക്കെ വേണം. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതെന്താ? അസുഖമായി കിടക്കുന്ന സഹോദരന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, ആളെ വിടൂ, ഡോക്ടറെ കൊണ്ടുവരൂ, ചികിത്സിക്കൂ. അപ്പൊ ചികിത്സ അനിവാര്യമാണ്. ചികിത്സ എത്ര വിധമുണ്ട്? പലവിധം ചികിത്സകളുണ്ട് അല്ലേ? ഭൗതിക ചികിത്സയുണ്ട്, ആത്മീയ ചികിത്സയുണ്ട്. ഭൗതികമായി നമ്മൾ എണ്ണിയാൽ തന്നെ തീരുവോ? അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി, സിദ്ധൌഷധം, അങ്ങനെ തുടങ്ങി പോകുന്നു അതിന്റെ പേരുകള്. ഭൗതിക ചികിത്സകളാണ്. ആത്മീയമായ ചികിത്സ മറുഭാഗത്തുണ്ട്. വിശുദ്ധമായ ഖുർആൻ ഓതി, ഹബീബായ നബി തങ്ങളെ തവസ്സുലാക്കി സ്വലാത്ത് ചൊല്ലി, മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കളെ, സ്വാലിഹീങ്ങളെ തവസ്സുലാക്കി, വേണ്ടി വന്നാൽ അവരെ ഖബറുകൾ സിയാറത്ത് ചെയ്തുകൊണ്ട്, അവരെ മദ്ഹുകൾ പാടി പറഞ്ഞുകൊണ്ട് ഉള്ള ആത്മീയമായ ചികിത്സകളും വേറെയുണ്ട്. കണ്ണേറ് ബാധിച്ചു, സിഹ്റ് ബാധിച്ചു ഒരാള്. സിഹ്റ് നല്ല വരിയുണ്ടല്ലോ നമുക്കല്ലേ? സിഹ്റ് അന്യവനെ ദ്രോഹിക്കാൻ, അന്യവനെ ഇല്ലായ്മ ചെയ്യാൻ, അവനെ തകർക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും അനിസ്ലാമിക കേന്ദ്രങ്ങളിൽ പോയിട്ട് അവർ കൊടുക്കുന്നതോ എന്തോ മറ്റോ കൊണ്ടുവന്നിട്ട് നിന്റെ പ്രിയപ്പെട്ട സഹോദരനെ തകർക്കാൻ നീ ചെയ്തു കൂട്ടുന്ന അല്ല പോലും പൊറുക്കാത്ത സിഹ്റ് എന്ന മാരണം സബഇൽ മൂബിഖാത്തിൽ പെടുത്തിയ 7 വൻദോഷങ്ങളിൽ ഒന്നാണ് സിഹ്റെന്ന് മുഹമ്മദ് മുസ്തഫ. ചെയ്യില്ല കേട്ടോ. എത്ര സഹിക്കാൻ വയ്യാത്ത പ്രശ്നമായാലും, പ്രത്യേകിച്ച് അയൽ ബന്ധങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ല പൊടുക്കൂല. അല്ല പൊറുക്കാത്ത പാപമാണ്. അല്ല വിടൂല. ഈ ദുനിയാവിൽ നിന്ന് ആര് സിഹ്റ് ചെയ്തോ, മാരണപ്പണി നടത്തിയോ, വല്ലാഹി സുമ്മ വല്ലാ, മഹാന്മാര് പറയുന്നു, ഈ ദുനിയാവിൽ നിന്ന് അവൻ അനുഭവിച്ചിട്ടല്ലാതെ അവൻ ചത്തുപോകൂല.
കാര്യത്തിന്റെ സാധ്യതയ്ക്ക് വേണ്ടി ചിലപ്പോ ഒരു 200 രൂപ ആവശ്യമുള്ളൂ. പക്ഷേ ആരെ പേരിൽ ആർക്ക് വേണ്ടി സീർ ചെയ്തു, ആ മനുഷ്യനും കുടുംബവും അനുഭവിക്കുന്ന വേദനകൾ, യാതനകൾ, പ്രയാസങ്ങൾ ചില്ലറയല്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ സബഉൽ മൂബിഖാത്തിൽ പെടുത്തിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ സിഹ്ർ, അതുപോലെ കണ്ണീർ, അതുപോലെയുള്ള രോഗങ്ങളൊക്കെ വന്ന പാരസിറ്റമോൾ കഴിച്ചാൽ മതിയാ മാറൂ. അതിൻ്റെതായ കേന്ദ്രങ്ങളിൽ പോയി ചികിത്സിക്കണം. അറിയുന്നവരെ അടുത്ത് പോയി ആത്മീയമായ ചികിത്സകൾ നൽകണോ. അങ്ങനെയുള്ള ആത്മീയമായ ചികിത്സകൾ പെട്ടതാണ് ഖുർആൻ ഓതി ചികിത്സിക്കുക. മല്ലം യശ്ഫിഹിൽ ഖുർആനു ഫലാ ശഫാഹുല്ലാഹ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഖുർആൻ കൊണ്ട് ഓതി ഒരാളെ ചികിത്സിച്ചിട്ട് അവന്റെ അസുഖം മാറിയില്ലെങ്കിൽ ഫലാ ശഫാഹുല്ലാഹ്, പിന്നെ അവന് ശിഫയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖുർആനെ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആൻ, ഈ ഖുർആനിനെ ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നത് മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് ശിഫയായിട്ടാണ്, നിങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫയായിട്ട് കൂടിയാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെ ഉള്ളപ്പോ അത് ഓത്. ആത്മീയമായ ചികിത്സയ്ക്ക് അത് മന്ത്രിക്ക്, അത് ഓത്, അല്ലാഹു ശിഫയാകോ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മദ്ഹുകൾ ചൊല്ലി, അവിടുത്തെ പേരിൽ സ്വലാത്തുകൾ, ഏതൊക്കെ സ്വലാത്തുകൾ ഉണ്ടല്ലേ. സ്വലാത്തുൻ നാരിയാതിന് പരിഹാരമാണ്, സ്വലാത്തുൽ മുൻജിയ പരിഹാരമാണ്, സ്വലാത്തു തിബിയ പരിഹാരമാണ്, സ്വലാത്തു ശജരിയ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഷജറത്തിൽ അസ്ലിൻ നൂറാനിയ വലംഅത്തുൽ ഖബ്ലത്തുർ റഹ്മാനിയ വഅഫ്ളലിൽ ഖലീഖത്തിൽ ഇൻസാനിയ വഅശ്റഫിസ് സൂറത്തിൽ ജിസ്മാനിയ ومعدن الأسرار الربانية وخزائن العلوم الاستفائية وصاحب القبلة الأصلية والبهجة الصنية ورتبة العلية. മധുര് പറഞ്ഞ് അങ്ങനെ മന്ത്രിക്കുമ്പോ സ്വലാത്ത് കൊണ്ടുമുള്ള രോഗങ്ങളെ സുഖപ്പെടുത്തുകയാണ്. മഹാന്മാരെ തപസ്സുലാക്കിക്കൊണ്ട് ബദരീങ്ങളെ വിളിച്ച് അസ്മാഉ ബദറു ചൊല്ലിയാൽ, ബദരിയ മങ്കൂസിയ ചൊല്ലിയാൽ രോഗങ്ങൾക്ക് ശിഫയാണ്. അബ്ദാ ബിസ്മിൽ വാഹിദി ഹംദൻ ലഹു ബിൽ അബ്ദി സ്വല്ലാ അലാ മുഹമ്മദ് വൽ ആലി വസ്സലാമുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. നമ്മുടെ രോഗങ്ങൾക്കൊക്കെ അല്ലാഹു ശിഫ തരട്ടെ. ചൊല്ല് ലാ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണം ബബാവ സൂര്യം മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. പണ്ടുകാലം മുതൽ നമ്മുടെ ഉമ്മമാർ പാടിത്തരികയും കേൾക്കുകയും ചെയ്ത ബദരിയ മങ്കൂസിയ മഹാന്മാരായ ബദരീങ്ങളുടെ പേരുകൾ ചൊല്ലി അതൊരു ചികിത്സയുടെ ഭാഗമാണ്. നമുക്കറിയില്ലേ മഹദിയായ നബീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ എത്ര മഹദിയാണല്ലേ. ആർക്കെങ്കിലും നബീസത്തുൽ മിസ്രിയ അറിയോ? ഏതെങ്കിലും ഒരു ന്യൂ ജനറേഷൻ പെണ്ണിന് അറിയോ? പണ്ട് കാലത്ത് സഹോദരിമാർ, നമ്മുടെയൊക്കെ ഉമ്മമാരുടെ കാലത്ത് പ്രസവ വേദന വരുമ്പോ തന്നെ അവരോട് പറയും നബീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പേരിൽ മാല പാടൂ മോള്. ആ പെൺകുട്ടിക്ക് പ്രസവ വേദന തുടങ്ങുമ്പോൾ അറിയുന്നവർ മാറിയിരുന്നിട്ട് നബീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പേരിൽ മാല പാരായണം ചെയ്യുന്നു. അത് തീരുന്നതിന് മുമ്പ് ആ പെണ്ണ് സുഖമായി പ്രസവിച്ചിരുന്നു. ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. ബല്ലിയ കണക്കിൽ സുഹറ പിക്ക് മൂന്നാമത്തെ പേരുമകളാകുമേ ഈ ബീബിനെ ഫീസത്തെ.
ആർക്കെങ്കിലും അറിയോ? മാല, ഉള്ള മാല പകയും പണയത്ത് വെച്ചിരിക്കുകയാണ് ഉസ്താദെ. ആ മാലയെ അവർക്കറിയുള്ളൂ, മഹദിമാരുടെ മാലകൾ അറിയൂല. വിളിച്ചിട്ട് തപസ്സുലാക്കി കുത്തുബിയത്ത് നടത്തിയ വീടുകൾ ഉണ്ടായിരുന്നു, ഇല്ലേ? ഇന്ന് കുത്തുബിയത്ത് നടത്തണമെങ്കിൽ ആരെങ്കിലും ഇടങ്ങേറ് പിടിച്ചിട്ട് ഏതെങ്കിലും തങ്ങളെടുത്തോ ഉസ്താദുമാരെടുത്തോ പോയി അവര് പറയണം ആ ഒരു കുത്തുബിയത്ത് ഓസുൽ ആലമിന്റെ പേര്. അന്നാ നടത്തും, ഇല്ലേ? നടത്തുവോ? ഒരു മൗലിദ് റസൂലുള്ളാഹിന്റെ പേരില് നമ്മുടെ വീടുകളിൽ ഓതുവോ? ഓതൂല. ഓതും ഇടങ്ങേറി വന്നിട്ട് എവിടെയെങ്കിലും പോകുമ്പോ ഏതെങ്കിലും മശായിഖന്മാരോ കുറച്ചു പറയില്ല. അനിവാര്യമാണ്, ആവശ്യമാണ്, പോണം, കാണണം. അത്തരം ആത്മീയ ചികിത്സകൾ വേണം. മഹാനായ മഖ്ദൂം റളിയല്ലാഹു അൻഹു എന്താണ് മൻഖൂസ് മൗലിദ് രചിക്കാൻ കാരണം? ഷറഫുല്ലനാമ പോലെയുള്ള വലിയ മൗലിദുകളെ രത്നച്ചുരുക്കമാക്കി എടുത്തിട്ട് മലബാർ മേഖലയില് കോളറ വസൂരി ബാധിച്ചിട്ട് ആയിരങ്ങൾ പതിനായിരങ്ങൾ മരിച്ചു വീണപ്പോ മഹാനായ മഖ്ദൂം തങ്ങള് റസൂലുള്ളാഹിന്റെ മദ്ഹ് മൗലിദാക്കി ചുരുക്കി കൊടുത്ത മൗലിദ്. അതോടെ ആ രോഗം മാറി. നമുക്ക് പറ്റുമോ? നമ്മൾ ഓതും. റബീഉൽ അവ്വൽ വന്നാ ഓതിയാ ഓതി, റബീഉൽ അവ്വൽ വന്നാ ഓതിയാ ഓതി, ഇല്ലെങ്കിൽ ആരെങ്കിലും പറയണം എന്നാ ഓതും. അപ്പൊ ആത്മീയമായ ചികിത്സയുടെ ഭാഗങ്ങൾ ആ രീതിയിൽ പോവുകയാണ്. നമുക്കറിയാം മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു ഇന്ത്യയുടെ സുൽത്താനാണ്, ഇന്ത്യയുടെ രാജാവാണ്, അല്ലേ? ആ ഖാജാ ഉപ്പാനെ തപസ്സുലാക്കിക്കൊണ്ട് അവിടുത്തെ പേരിൽ മദ്ഹു ചൊല്ലിയാൽ യാ സയ്യിദി സുൽത്താന ഹിന്ദിൻ സുഹിറാ ഖാജാ മുഈനുദ്ദീൻ ഗൗസുൽ ലിൽ വറാ കുൻ ആഖിദൻ ഐദീന ഫിൽ ഹാലതി ഖബ്രി സിറാതി കുല്ലഹാ ഇലാതി യാ അജ്മീരി യാ അജ്മീരി അന്ത റഹ്മത്തുൽ ലനാ വഇസ്സത്തുൽ ഇസ്ലാമി ഫഖ്റുൻ ദുഹുറുനാ. ഖാജാ തങ്ങളെ കൊണ്ട് തപസ്സുലാക്കി അല്ലാഹുവോട് ചോദിച്ചാൽ അവിടുത്തെ അരികിൽ ചെന്ന് സിയാറത്ത് ചെയ്ത് ദുആ ചെയ്താൽ മാറാത്ത രോഗങ്ങളുണ്ടോ, പൊട്ടാത്ത സിഹ്റുണ്ടോ, ബാത്തിലാകാത്ത ക്ഷുദ്രപണികളുണ്ടോ? ഉണ്ടോ? നമുക്കറിയാം മഹാനരായ ഏർവാടിയുടെ സുൽത്താൻ ഇബ്രാഹിം ബാദ്ഷാ റളിയല്ലാഹു അൻഹു സ്വലാത്തുല്ലാഹ്, ഇതൊക്കെ ചികിത്സയുടെ ഭാഗമായി മഹാന്മാർ അവരുടെ മദ്ഹുകൾ ചൊല്ലാൻ പഠിപ്പിച്ചതാണ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൽ മദനി വലിയുല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് ലഇബ്രാഹിം ഷഹീദില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി പോയ ഓ മുത്തുനബിയുടെ പേരക്കുട്ടിയെ അവരെ വിളിച്ചു തപസ്സുലാക്കി പറ്റുമെങ്കിൽ പോയി സിയാറത്ത് ചെയ്ത്. അപ്പൊ മഹാന്മാരുടെ പേരിൽ മൗലിദ്, മദ്ഹ്, സിയാറത്ത് ഇവകളെല്ലാം ആത്മീയമായ ചികിത്സയുടെ ഭാഗം കൂടിയാണ് എന്ന് ഞാൻ പറഞ്ഞത്. റഹീമായ ജല്ല ജലാലായ അളീമായ റബ്ബു തആല നമ്മുടെ രോഗങ്ങൾക്കെല്ലാം അല്ലാഹു പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. കമ്പേറുകളെ സിഹ്റുകളെ മുഴുവനും അല്ലാഹു പറഞ്ഞ ഇക്കേട്ട മഹാന്മാരെ ഹഖ് കൊണ്ട് അല്ലാഹു ബാത്തിലാക്കി തരട്ടെ. ഖുർആൻ കൊണ്ടുള്ള ശിഫ തരട്ടെ. ഹബീബായ നബി തങ്ങളെ സ്വലാത്ത് കൊണ്ട്, മുത്തായ നബി തങ്ങളെ കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു കാമിലായ ആജിലായ ശിഫ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖ് സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആത്മീയമായ ചികിത്സ, ഭൗതികമായ ചികിത്സ, രോഗമൊന്ന് ചികിത്സിക്കണം എന്നാണ് ഈ കേട്ടത്. ചികിത്സ പല രീതിയിൽ, ഭൗതിക ചികിത്സ, ഭൗതിക ചികിത്സ പാരസെറ്റമോളും ഓപ്പറേഷനും അങ്ങനെ പോകുന്നു ഡോക്ടർമാരും. ആത്മീയ ചികിത്സ കുത്തുബിയത്ത്, മൗലിദ്, മാല, മഹാന്മാരും, ബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹ്യങ്ങൾ അവരെ തൗസീലാക്കിയിട്ടുള്ള ചികിത്സ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.